ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പ് കോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകലിൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം 3ാം മുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9-ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5-ന് അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും അണ്ടർ-23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണ്ണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് U, അൽഫോൻസിയ M എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.